ഹലോ, എല്ലാവർക്കും ഷെറീസ് ബേക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ടാർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ക്ലീൻ ബൗളിലേക്ക് 2 കപ്പ് മൈദ, അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 100 ഗ്രാം ബട്ടർ, 100 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ആയാലും സാൾട്ടഡ് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനക്കുന്നത് പോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് പോലെ നനച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ നമ്മളത് കുഴക്കേണ്ടത് നല്ല തണുത്ത വെള്ളത്തിലാണ്. അത് കുറേ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 4 to 5 ടേബിൾ സ്പൂൺ വരെയാണ് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് കുഴച്ച് എടുക്കണം. കുഴച്ചതിന് ശേഷം 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അതിനുശേഷം നമുക്ക് അതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. ഫില്ലിങ്ങിനുള്ള ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് പാല് തിളപ്പിക്കാൻ വെക്കണം. പാല് തിളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ബൗളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ 2 എഗ്ഗ്, 2 കോഴിമുട്ട, അതുപോലെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 2 ലെമണാണ്. അപ്പോൾ നമ്മൾ ഈ ലെമണിൻ്റെ തൊലി ചുരണ്ടിയതാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ചുരണ്ടിയെടുക്കുക. അതിൻ്റെ വെള്ള ഭാഗം പെടാതെ തൊലി മാത്രം ചുരണ്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ള ഭാഗം പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇതുപോലെ ലെമണിൻ്റെ തൊലി ചുരണ്ടിയത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ അതുകൂടി ചേർത്ത് നന്നായി ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. ഇത് കട്ടയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ വിസ്ക് ചെയ്തതിന് ശേഷം തിളപ്പിച്ച പാൽ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അത് വിസ്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത ഈ മിശ്രിതം വീണ്ടും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ കുറച്ച് യെല്ലോ കളർ കൂടി ചേർത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് വഴിയും ഇതുപോലെ കുറുക്കിയെടുക്കാവുന്നതാണ്. അഥവാ വല്ല ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, അതൊന്ന് അരിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം ഇതിലേക്ക് 2 ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ലെമൺ ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ചേർത്ത് കഴിയുമ്പോൾ അത് വീണ്ടും തിക്കാവുന്നത് കാണാം. അതിനുശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ടാർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ഫില്ലിംഗായി ഉപയോഗിക്കാം. നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് എടുത്ത് ഇതുപോലെ മൈദപ്പൊടി തൂവി ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ടാർട്ടിൻ്റെ മൗൾഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ബൗൾസ് ഉണ്ടെങ്കിൽ, ബേക്കിംഗ് ചെയ്യാൻ പറ്റിയ ബൗൾസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാം. ഈ മാവ് അതിലേക്ക് ഇങ്ങനെ വെച്ച്
അരിക് കട്ട് ചെയ്തെടുത്ത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മളുടെ വിരലുകൾ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് അതിനുള്ളിലേക്ക് വെച്ച് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നിറയെ ഹോൾസ് ഇടണം. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് മാവ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അതുപോലെ ഹോൾസ് ഇടുന്നത്. 180 ഡിഗ്രിയിൽ 12 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എടുത്ത് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഇതുപോലെ ഫില്ല് ചെയ്യാം. ലെമൺ ടാർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരു പീസ് ലെമൺ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പുതിന ലീവ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ള ടാർട്ട് തയ്യാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.